ഹായ് ഗായ്സ്, നിങ്ങൾ ലൈവിൽ സ്ക്രീൻ കാസ്റ്റ് ചെയ്യുന്നവരാണോ? അപ്പോൾ നിങ്ങൾക്ക് ലൈവിൽ കമൻറ്റ് കാണുന്നില്ലേ, പിന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലേ? അപ്പോൾ അത് സംഭവം നിങ്ങൾക്കത് അറിയാഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ലൈവിൻ്റെ ഒരു ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. എൻ്റെ ചാനലിൽ ഞാൻ ലൈവ് ഒന്ന് കയറി സെറ്റാക്കിയതാണ്. അപ്പോൾ അതിൽ സ്ക്രീൻ കാസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ സ്ക്രീൻ കാസ്റ്റ് ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ ഓക്കെ, നമ്മൾ സ്ക്രീൻ കാസ്റ്റ് കൊടുത്തു. ഇനി നമുക്ക് ലൈവിൽ കയറാം. ജസ്റ്റ് ഒന്നും കൂടി നോക്കിയതാണ്. അപ്പോൾ സ്ക്രീൻ കാസ്റ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ലൈവിലേക്ക് കയറാം നമുക്ക്. ഞാനിപ്പോൾ പുറത്തുനിന്നാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ ചെറുതായിട്ട് കാറ്റിൻ്റെ സൗണ്ട് ഉണ്ടാവും. ജസ്റ്റ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, ഇത് സ്പെഷ്യലായിട്ട് എൻ്റെ ഫ്രണ്ടിനുള്ളൊരു വീഡിയോ കൂടിയാണ്. സ്ക്രീൻ കാസ്റ്റ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ടിനുള്ള ഇച്ചൂസിനുള്ളൊരു വീഡിയോ കൂടിയാണ്. പിന്നെ നിങ്ങൾക്കും അറിയില്ലെങ്കിൽ നിങ്ങളും കണ്ടോളൂ. അപ്പോൾ നമുക്ക് ലൈവിലേക്ക് പോവാം. ഇതിന് വേണ്ടി ഞാൻ ലൈവൊക്കെ എടുത്തൊന്ന് കയറിയതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുക ലൈവിൽ കയറുമ്പോൾ. അപ്പോൾ ഗോട്ടിട്ട് അടിച്ചെടുത്തു. അപ്പോൾ നമ്മൾ ലൈവിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് നൗ കൊടുത്തു. അപ്പോൾ നമ്മളെ ഫോണിൽ എന്താ കാണിക്കുന്നത് അതൊക്കെ കറക്റ്റ് യൂട്യൂബിൽ വരും. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ ജസ്റ്റ് ഞാൻ ആൽബംസ് എടുക്കുന്നുണ്ട്. ആൽബംസ് എടുത്തു. ഇനി അതൊന്ന് എന്താ പറയുക, നെറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് വരാൻ കുറച്ച് ടൈം പിടിക്കും. ഓക്കെ, ഇപ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ മേലെ കാണുന്നില്ലേ, ഗോ ലൈവ് ഉണ്ട്. പിന്നെ ഇതാ നമ്മളെ വീഡിയോ ഓഫാക്കാനുള്ള, ഇപ്പോൾ വീഡിയോൻ്റെ ഓണാണ്. അപ്പോൾ മേലെയുള്ള വീഡിയോൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഓഫാവും. പിന്നെ മേലെ വോയിസ് ഇടാനുള്ളുണ്ട്. പിന്നെ മേലെ ഇതാ കമൻറ്റ് ബോക്സ് ഇല്ല, അതിപ്പോൾ വരട്ടിട്ടാണ് എടുക്കുന്നത്. അതിന് അർത്ഥം നമുക്ക് കമൻറ്റ് ഇപ്പോൾ കാണില്ല. അപ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്താൽ നമുക്ക് കമൻറ്റൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഗാലറിയാണ്, അതിൽ നിന്ന് ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ഇങ്ങനെയാണുള്ളത്. ഇപ്പോൾ നമ്മൾ സ്ക്രീൻ കാസ്റ്റ് ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. നമ്മൾ ഗോ ലൈവ് കൊടുത്താലാണ് സ്ക്രീൻ കാസ്റ്റ് വരുള്ളൂ. ഈ മേലെ കാണില്ലേ സെറ്റിങ്സ് ഉണ്ട്, ഓഫ്ലൈനോ കാണില്ലേ, അവിടെ ഇതാ. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കി. വോയിസ് നമുക്ക് മ്യൂട്ടാക്കാൻ പറ്റും. അതിന് ജസ്റ്റ് വോയിസിൻ്റെ ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. അപ്പോൾ ഒരു വര വീഴും. അപ്പോൾ മ്യൂട്ടായി. ഇപ്പോൾ ഞാൻ വീഡിയോ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലുള്ള സൗണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ വോയിസ് ഫുള്ളും കുറച്ചിടുക. എന്നിട്ട് നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ വോയിസിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അതെടുത്താൽ മതി. റെക്കോർഡ് ഓപ്ഷൻ അതെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഗോ ലൈവ് എന്ന് എടുത്താൽ നമ്മളിപ്പോൾ എന്താണ് ഫോണിൽ ചെയ്യുന്നത് അതൊക്കെ ലൈവായിട്ട് കാണും. അത് പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മൾ മേലെ നിന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് തന്നിട്ട്, ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന അറിയില്ലേ, അപ്പോൾ ഈ മേലെ ഇതൊക്കെ വരും. അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക, കമൻറ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ട്. ഇപ്പോൾ കണ്ടില്ല, താഴത്ത് കമൻറ്റിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആരൊക്കെയും കമൻറ്റ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റും. ഇപ്പോൾ ഞാൻ ലൈവ് ഓഫാക്കുകയാണ്. അപ്പോൾ ലൈവ് ഓഫാക്കുമ്പോൾ നമ്മൾ ചാനലിലേക്ക് വീണ്ടും വരും. ഇപ്പോൾ ചാനലിലേക്ക് നമ്മൾ ഓഫാക്കാൻ വേണ്ടി പോകുമ്പോൾ ചാനലിലേക്ക് വരും. അപ്പോൾ അത് പാസ്വേഡ് അടിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് എനിക്ക്. ഓക്കെ, അപ്പോൾ ചാനലിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ, യൂട്യൂബിലേക്ക്. അപ്പോൾ നമ്മൾ പാസ്വേഡ് അടിച്ചിട്ട് യൂട്യൂബിൽ കയറിയാൽ നമ്മൾ ലൈവ് എൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്ന് ഇപ്പോൾ നമുക്ക് കാണാം ആരൊക്കെ വന്നിരുന്നു, എത്ര മെസ്സേജ് കിട്ടി, എത്ര ടൈം കിട്ടി, ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഡണ്ണ് കൊടുത്താൽ നമ്മൾ ലൈവ് സെറ്റായി. ഇപ്പോൾ പ്രോസസ്സിങ് ആണ്. ഞാനിപ്പോൾ ഇതാ കുറച്ച് നേരത്തെ ഇട്ടതാണ് ഈ ലൈവ്. ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതെനിക്ക് വീഡിയോക്ക് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് സെറ്റപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലൈവ് കാസ്റ്റിൽ, സ്ക്രീൻ കാസ്റ്റിൽ വോയിസും കമൻറ്റൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.